ഒക്ടോബർ 27 251 ആളുകളെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോയി. 1200 ആളുകൾ കൊല ചെയ്തു. അതിൽ ചില ഇതിൽ 1195 കാണുന്നുണ്ട്, മേ ബി. എന്നാലും ഒരു പൊതുവായിട്ട് ഇപ്പോൾ നമുക്ക് വിക്കിപീഡിയ നോക്കിയാൽ 1200 എന്നാണ് കാണുന്നത്. ഏതായാലും 1200 ആളുകൾ കൊല ചെയ്യപ്പെടുകയും അതൊരു ലക്ഷണമൊത്ത ടെററിസ്റ്റ് അറ്റാക്ക് ആയിരുന്നു കേട്ടോ. വളരെ ശാസ്ത്രീയമായി ചെയ്ത, ഒരുപക്ഷെ 21ാം നൂറ്റാണ്ടിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെററിസ്റ്റ് അറ്റാക്ക്. സക്സസ്ഫുൾ എന്നൊക്കെ പറയുന്നത് കോട്ട് ആൻഡ് അൺകോട്ട് മനസ്സിലാക്കിക്കണം. കാരണം ഇസ്രായേലിന്റെ അത്രയും നിയന്ത്രണത്തിലുള്ളൊരു പ്രദേശമാണ്. അവിടെ മുഴുവനും സാറ്റലൈറ്റ് നിയന്ത്രിതമാണ്, IDFന്റെ ഇതിൽ. അപ്പൊ അങ്ങനെയുള്ളൊരു പ്രദേശത്തേക്ക് അപ്രതീക്ഷിതമായി ഇവർക്ക് കടന്നു വരാൻ പറ്റും. പാരാഗ്ലൈഡർ ഉപയോഗിച്ചിട്ട് ഈ മതിലിന് മേലേക്കിടെ പറന്നിറങ്ങി. കുറെ ആളുകൾ ഭൂമിക്കടിയിലുള്ള തുരങ്കം വഴി കടന്നിറങ്ങി. കുറെ ആളുകൾ ഈ മതിലും അതുപോലെ വേലിയും കട്ട് ചെയ്ത് കടന്നു. അങ്ങനെ 1000ഓളം ആളുകളാണ് കടന്നത്. അങ്ങനെ ഇപ്പുറത്തേക്ക് കടന്നു വന്നിട്ട് പല കിബുട്സുകളിലും കയറി ആളുകളെല്ലാം കണ്ടുകണ്ടവരെയൊക്കെ വെടിവെച്ച് കൊന്നു. കുറെ ആളുകളെ, സ്ത്രീകളെ ഉപദ്രവിച്ചു, കുട്ടികളെ കൊന്നു. അവിടെ ഒരു സംഗീത നിശ നടക്കുന്ന സ്ഥലം മുഴുവനും തകർത്ത് കളഞ്ഞു. അങ്ങനെ മാരകമായിരുന്നു, അതിൽ സംശയമൊന്നുമില്ല. വലിയ ബ്ലഡ് ബാത്താണ് ഉണ്ടായത്. 251 ആളുകളെ പിടിച്ച് കൊണ്ടുപോയിച്ചു. ഇതാണ് ഇന്നത്തെ സംഘർഷത്തിന്റെ ഒരു തുടക്കം. പക്ഷെ അതിനകത്ത് നമ്മുടെ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഒന്നിന്റെയും തുടക്കമോ ഒന്നിന്റെയും അവസാനവുമല്ല. തുടർച്ചയായിട്ട് നടന്നു വരുന്ന ഒരു ചുരുങ്ങിയത് ഒരു 100-120 വർഷം പഴക്കമുള്ള ഒരു സംഘർഷത്തിന്റെ തുടർച്ചയാണ്. അത് ഗസയിൽ തന്നെ സവിശേഷമായിട്ട് 2007 ആ ഗസ പിടിച്ചെടുക്കുന്നത് ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടന. ഇപ്പം അതിന്റെ ഒരു പ്രത്യേകത, 1980കൾ വരെ ഈ പലസ്തീൻ വിമോചന പ്രസ്ഥാനം ഒരു പരിധി വരെ സെക്കുലറായിരുന്നു. ഒരു സെക്കുലർ നാഷണൽ മൂവ്മെന്റ് ആയിരുന്നു. 1948 പാർട്ടീഷൻ പ്ലാൻ അംഗീകരിച്ച് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യമുണ്ടായി എങ്കിലും പലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യമുണ്ടായില്ല. പലസ്തീനുകൾ അതിനെ അംഗീകരിക്കുന്നില്ല ഇപ്പോഴും. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് കേട്ടോ, ചരിത്രപരവും അല്ലാതെയുമുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ പാർട്ടീഷൻ പ്ലാൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിൽ അന്നത്തെ ടോട്ടൽ ജൂയിഷ് പോപ്പുലേഷൻ 33%. ഈ 33% വരുന്ന ജൂയിഷ് പോപ്പുലേഷന് 56% ലാൻഡ് കൊടുക്കും. ബാക്കി വരുന്ന 67% വരുന്ന അറബികൾക്ക് കൊടുത്തത് 42% ഭൂമിയാണ്. ജെറുസലേമും അതിന്റെ സമീപ പ്രദേശങ്ങൾ മുഴുവൻ അന്താരാഷ്ട്ര നിയന്ത്രണത്തിലാക്കി. അത് UN നേതൃത്വത്തിലുള്ള ഒരു യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിലെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ഇന്റർനാഷണൽ ഫോഴ്സ് ആയിരിക്കും ജെറുസലേമിന്റെ ഭരണം. അങ്ങനെ ജെറുസലേം ഒരു സ്വതന്ത്ര ഓട്ടോണമസ് റീജിയനായി അന്താരാഷ്ട്ര നിയന്ത്രണത്തിലേക്ക് പോയി. അപ്പൊ യഥാർത്ഥത്തിൽ അതിനകത്ത് വലിയ ഒരു അനീതി ഉണ്ട്. അതുകൊണ്ടാണ് അറബി രാജ്യങ്ങൾ അത് ഈ ഇസ്രായേൽ പ്രഖ്യാപനം നടത്തിയ ഉടനെ തന്നെ ബെൻഗുറിയനാണ് ഡിക്ലറേഷൻ നടത്തുന്നത്. പാർട്ടീഷൻ പ്ലാൻ യുണൈറ്റഡ് നേഷൻസ് പാസ്സാക്കി വിഭജിക്കാൻ തീരുമാനിച്ചു. ആ വിഭജന പദ്ധതി ഒന്നും UN അല്ല നടപ്പാക്കിയത്, ഇസ്രായേൽ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ബെൻഗുറിയൻ. അപ്പോൾ തന്നെ അറബ് രാജ്യങ്ങൾ ആക്രമിച്ചു. ആക്രമണത്തിലാണ് ഏകദേശം 50 മില്യൺ ഫലസ്തീനികൾക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു. അതിനാണ് നക്ബ എന്നവർ പറയും, മഹാദുരന്തം എന്നൊക്കെ വേണമെങ്കിൽ അതിനെ പറയാം, 1948. അപ്പോൾ പക്ഷേ ഈ അറബികളും അത്ര അവരുടെ ഫ്രണ്ട്സായിട്ട് വന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു വരുന്ന അത്ര നല്ല ടീമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് പുണ്യപ്രിയാദാസ് ഗുപ്ത ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത് ഫലസ്തീൻ, അതിൻ്റെ ടൈറ്റിൽ തന്നെ ചീറ്റഡ് ബൈ ദ വേൾഡ്, ലോകം മുഴുവനും വഞ്ചിച്ചവർ. അപ്പോൾ അറബികളെ, ഈ ഫലസ്തീനികളെ വഞ്ചിച്ചത് ഈ ജൂതൻ മാത്രമല്ല, അവൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അറബ് രാജ്യങ്ങൾ, മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ, ലോകം മുഴുവനും പല സന്ദർഭങ്ങളിലും അവരെ ചീറ്റ് ചെയ്തു. അപ്പോൾ 48 യുദ്ധത്തിൽ ഗസയും സിനായ് പെനിൻസുലയും ഒക്കെ ഈജിപ്തിന്റെ നേതൃത്വത്തിൽ വന്നു. കിഴക്കൻ ജെറുസലേമും വെസ്റ്റ് ബാങ്കും ജോർദാന്റെ നേതൃത്വത്തിൽ വന്നു. അന്ന് ഈ ജോർദാനും ഈജിപ്തും കൂടെ വിചാരിച്ചിരുന്നുവെങ്കിൽ ഒരു സ്വതന്ത്ര ഫലസ്തീൻ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ കിഴക്കൻ ജെറുസലേം വിട്ടുകൊടുക്കാൻ ആരും തയ്യാറായില്ല, ജോർദാൻ രാജാവ് തയ്യാറായില്ല. കാരണം ജെറുസലേമിന് വലിയ റൈച്വൽ സ്റ്റാറ്റസ് ഉണ്ട്. അപ്പോൾ ജോർദാന്റെ പ്രശ്നം എന്താ വെച്ചാല്, ജോർദാൻ രാജാവിനെ അന്ന് നയിച്ച പ്രശ്നം മക്കയും മദീനയും മൂപ്പർക്ക് നഷ്ടപ്പെട്ടു. പ്രവാചകന്റെ വംശപരമ്പരയിൽപ്പെട്ട 42ാമത്തെ ആളോ മറ്റോ ആണ് ഈ ഹുസൈൻ രാജാവ്. ഹുസൈന്റെ മകനാണ് ഇന്നിപ്പോൾ അവിടെ ഇരിക്കുന്ന അബ്ദുള്ള രാജാവ്. കാരണം അവർക്ക് മക്കയും മദീനയും നഷ്ടപ്പെട്ടു. കാരണം മക്കയും മദീനയും ഇരിക്കുന്ന പ്രദേശം അൽ സൗദ് പിടിച്ചെടുത്തു. അത് അൽ സൗദിന്റെ കീഴിൽ. ഇനി ഇസ്ലാമിന്റെ ആദ്യത്തെ കിബില എന്ന് പറയുന്നത്, മുസ്ലിമുകൾ ആദ്യം നിസ്കരിച്ചിരുന്നത് ജെറുസലേമിനെ നോക്കിയിട്ടായിരുന്നു. കാരണം ജെറുസലേമാണല്ലോ സ്വർഗത്തിന്റെ നേരെ താഴെ ഇരിക്കുന്നത്. ആ അർത്ഥത്തിലാണ്.
പിന്നീടാണ് പ്രവാചകൻ തന്നെ പറഞ്ഞത് ഇനി കഅബയെ നോക്കിയിട്ട് മറ്റേ നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞു. കഅബ എന്ന് പറയുന്നത് ഒരു പ്യൂർലി ഇസ്ലാമിക് ആയിട്ടുള്ള ഒരു കൾട്ടല്ല. കഅബൻ കൾട്ട് എന്ന് പറയുന്നത് പ്രീ ഇസ്ലാമിക് ആണ്. പ്രീ ഇസ്ലാമിക് കൾട്ടിൽ നിങ്ങൾ തുടങ്ങി അത് പടിപടിയായി വികസിച്ച് അത് ഇപ്പോൾ മുസ്ലിമുകളുടെ നിയന്ത്രണത്തിൽ വന്നു എന്നത് മാത്രമേ ഉള്ളൂ. അത് ബേസിക്കലി ആ കൾട്ട് ഇന്ന് കാണുന്ന രൂപത്തിൽ അത് ഡെവലപ്പ് ചെയ്ത അബ്രഹാമാണ്. അപ്പം ശരിക്കും ഈ ഹജ്ജ് തുടങ്ങിയിട്ടുള്ള സംഗതികൾ നിർവഹിക്കാൻ മതപരമായി ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിമുകൾക്കും ഒക്കെ തുല്യ അവകാശമാണുള്ളത് ആ ഒരു കൾട്ടിന്റെ ഇതിൽ വെച്ച്. അതിനു മുമ്പ് അത് പ്രീ ഇസ്ലാമിക് പ്രീ ക്രിസ്ത്യൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൾട്ടായിട്ട് അത് നിലനിന്നിരുന്നു. അപ്പൊ അബ്രഹാം ജീവിച്ചിരിക്കുന്ന കാലത്ത് കഅബ അവിടെയുണ്ട്. അത് ശരിക്കും പഠനം നടത്തുന്ന ഒരു മേഖല, ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ഒരു ആരാധന കേന്ദ്രം എന്ന നിലയ്ക്ക് അതിനെ കണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യയിലെ ചില അണ്ണന്മാരൊക്കെ പറയുന്നുണ്ട് അത് ശിവക്ഷേത്രമായിരുന്നു പഴയ എന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു ചെറിയ കറുത്ത ഒരു കല്ലിരിപ്പുണ്ട്, അത് ദാറ്റ് റെപ്രസെന്റ്സ് ശിവലിംഗ എന്ന് പറയുന്നത്. കാരണം ശിവ ഈസ് വർഷിപ്ഡ് ഇൻ ദ ഫോം ഓഫ് ഇറക്ട് ഫാലസ്. ഈ ഇറക്ട് ഫാലസ് യഥാർത്ഥത്തിൽ ഈ ത്രികോണം ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ ഇരിക്കും. ഇത് ആണ് അതിന്റെ ചിഹ്നം. താഴോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഫെമിനിറ്റിയാണ്. അപ്പൊ താഴേക്കിരിക്കുന്ന ഈ ത്രികോണമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഈ മാനുസ്ക്രിപ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അതിനർത്ഥം എന്താ വെച്ചാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫെമിനിൻ ക്യാരക്ടറാണ്. ഫെമിനിൻ ക്യാരക്ടർ അത് ശരിക്കും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫാദേഴ്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മദേഴ്സ് കൃത്യമായി വിചാരിച്ചിരുന്നു അത് ഒരു ഫെമിനിൻ ക്യാരക്ടർ മതിയെന്ന്. അപ്പൊ ഇതാണ് അതിന്റെ സിംബോളിസം. അപ്പൊ നമുക്ക് തിരിച്ചങ്ങോട്ട് പോകാം. അപ്പോൾ ഈ ഹുസൈൻ രാജാവ് ഇത് നഷ്ടപ്പെട്ടു, അത് അൽസമദിന്റെ കീഴിലായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിന്റെ മതജീവിതത്തിൽ മൂന്നാമത്തെ വിശുദ്ധ സ്ഥലമാണേത്? ജെറുസലേം. അപ്പൊ ആ ജെറുസലേമാണ് കൈ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഈ ജെറുസലേം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത് ജോർദാന് വലിയ സ്റ്റാറ്റസ് ഉണ്ടാവും. ഇപ്പൊ സൗദി അറേബ്യക്കുള്ള സ്റ്റാറ്റസ് എന്താ? സൗദി അറേബ്യയിലെ രാജാവിന് ഒരു രാജാവിന് എന്നാ സ്റ്റാറ്റസ് ഉള്ള ഒരു സ്റ്റാറ്റസ് ഇല്ല. പക്ഷേ ഹി ഈസ് ദ പ്രൊട്ടക്ടർ ഓഫ് ദി ഹോളി സാങ്ച്വറീസ് ഓഫ് ഇസ്ലാം. മക്കയും മദീനയുടെ സംരക്ഷകൻ എന്ന നിലയ്ക്ക് സൗദി അറേബ്യയിലെ രാജാവിന് ലോക മുസ്ലിമുകളുടെ ഇടയിൽ വലിയ സ്റ്റാറ്റസ്. അപ്പൊ സമാനമായ രൂപത്തിൽ ഒരു സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ജോർദാൻ രാജാവ് കിഴക്കൻ ജെറുസലേം വിട്ടുകൊടുക്കാതിരുന്നത്. അതുപോലെ വെസ്റ്റ് ബാങ്ക് വിട്ടുകൊടുക്കാതിരുന്നതിന് കാരണം എന്ന് വെച്ചാൽ ആ പ്രദേശത്ത് വെള്ളമുള്ള ഏക നദി ജോർദാനാണ്. ഫലഭൂയിഷ്ഠമായ സ്ഥലമാണ്, വാട്ടറാണ് പ്രധാന വിഷയം. അപ്പൊ 365 ദിവസം വെള്ളമുള്ള ഏക നദി ജോർദാനാണ്. അപ്പൊ ഈ രണ്ട് കാരണങ്ങളാലാണ് അദ്ദേഹം അത് വിട്ടുകൊടുക്കാതിരുന്നത്. 67 6th Day വാർ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും കൂടെ ഇസ്രായേൽ അങ്ങ് പിടിച്ചെടുത്തു, ഗാസയും പിടിച്ചു. അപ്പൊ ഫലത്തിൽ എന്തായി? എൻറ്റയർ ഫലസ്തീനിയൻ പീപ്പിൾ ഇസ്രായേലിന്റെ കോളനിയായി മാറി. അവർ ഒക്കുപ്പൈഡ് ഫലസ്തീനിയൻ ടെറിട്ടറി ആയി മാറി. മുഴുവൻ ഫലസ്തീനികളും ഇസ്രായേലികളുടെ കൊളോണിയൽ സബ്ജക്റ്റുകളായി മാറി 1967 ശേഷം. ഈ ഘട്ടത്തിലാണ് ഫലസ്തീനികൾ ഒരു കാര്യം തീരുമാനിച്ചത്, ഫലസ്തീനിയൻസ് ഫോർ ഫലസ്തീനിയൻസ് എന്ന ആശയം അവർ മുന്നോട്ട്. ഇത്രയും കാലം ഫലസ്തീനികൾക്ക് വേണ്ടി യുദ്ധം പറയുകയും ചെയ്തിരുന്ന മറ്റ് അറബ് രാജ്യങ്ങളും നേതാക്കന്മാരുണ്ട്. അത് വേണ്ട, ഞങ്ങൾക്ക് വേണ്ടി പറയും. ആ ആശയം മുന്നോട്ട് വെച്ചാലാണ് യാസിർ അറഫാത്ത്. യാസിർ അറഫാത്തിന്റെ PLO അദ്ദേഹം ഫോം ചെയ്യുന്നു. അദ്ദേഹത്തിന് കൂടെ ജോർജ് ഹബാഷ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ അറബിയും യാസിർ അറഫാത്ത്, ഇവരൊരു കമ്മ്യൂണിസ്റ്റ് ഐക്യമുണ്ടായിരുന്നു. അവർക്ക് ലെഫ്റ്റിസ്റ്റ് ആയിരുന്നു അവര്. 1967 ഈ ജോർജ് ഹബാഷ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കിയിരുന്നു. പോപ്പുലർ ഫ്രണ്ട്, ജനകീയ മുന്നണി എന്നാണ്. പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീൻ. അത് 1967 ജോർജ് ഹബാഷ് ഉണ്ടാക്കിയത്. ഇത് രണ്ടും ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. അത് ഒരു ഫലസ്തീനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പിന്നീട് അറിയപ്പെടുകയും വേൾഡ് കമ്മ്യൂണിസ്റ്റ് ഫോറം ഉണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ അംഗത്വമൊക്കെ ഉണ്ടായിരുന്ന ഒരു സംഘടനയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീൻ. പിന്നീട് അതിനകത്ത് ഡിവൈഡ് ചെയ്ത് വേറൊരു പാർട്ടി ഉണ്ടായി 68 പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീൻ ജനറൽ കമാൻഡ് എന്ന് പറയുന്നത്. അത് ഈ സിറിയ കേന്ദ്രീകരിച്ചു. പിന്നീട് ഒരു ഡിവിഷൻ ഉണ്ടായത് പോപ്പുലർ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീൻ. അതിൽ ചെറിയ പാർട്ടികളാണ്. അതേസമയം യാസിർ അറഫാത്തിന്റെ അൽ ഫത്ത എന്ന പാർട്ടി, ഇവരും ഉണ്ടായി. പിന്നെ എവിടുത്തെ ഈ പാർട്ടികളുടെയൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ത്യയിലുള്ള ദേശീയ പാർട്ടികളെ പോലെയല്ല. അവിടെയുള്ള എല്ലാ പാർട്ടികളും ഒരേ സമയം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, അതേസമയം അതിനൊരു സ്വന്തമായ ഒരു സൈനിക ദളമുണ്ട്. ഇപ്പം അൽ ഫത്ത അവര് ഒരു സൈനിക ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അവരുടെ സൈനിക ദളത്തിന്റെ പേര് അൽ ഖുദ്സ് ബ്രിഗേഡ്. അൽ ഖുദ്സ് ബ്രിഗേഡ് ആ സൈന്യം. ഹമാസ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അവർക്കൊരു സൈനിക ദളമുണ്ട്, ഇസദിൻ അൽ ഖ്വാസം ബ്രിഗേഡ് എന്നാണ് ഇതിന്റെ പേര്. ഇനി പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീൻ, അവർക്കൊരു സൈനിക ദളമുണ്ട്. അത് അവരുടെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്ന
അബു അലി മുസ്തഫ ബ്രിഗേഡ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ തുടങ്ങിയിട്ടുള്ള ഒരു ബ്രിഗേഡ്. ഇതാണ് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സ്വരൂപം. നമ്മുടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം അങ്ങനെയല്ല. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഗാന്ധി ഉള്ളായതുകൊണ്ടാണ് ഇവിടെ ഈ എന്താ പറയുക ജനകീയ ഈ ഫൈറ്റിംഗ് ഉണ്ടാകുന്നത്. അതേസമയം ഒരു ആഗോള ലോകത്തെല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഒരു അതിവിശാലമായ ജനകീയ വിമോചന പ്രസ്ഥാനമായിരുന്നു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം. അതിൽ ഇന്ത്യയിൽ മാത്രം ഗാന്ധി ഉണ്ടായിരുന്നതുകൊണ്ട് അതെന്തായിരുന്നു, അഹിംസ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മുഴുവനും ആംഡ് സ്ട്രഗിളാണ്. സായുധ കലാപത്തിലൂടെ ഇന്ത്യയെ മോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത് അമേരിക്കയിലും കാനഡയിലൊക്കെ പ്രവർത്തിച്ചത് നമുക്കറിയാം. ഗദർ പാർട്ടി അവർ സായുധ കലാപത്തിലൂടെ ഇന്ത്യയെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. യൂറോപ്പിലുള്ള ഈ റവല്യൂഷണറി ടെററിസ്റ്റ് മൂവ്മെന്റ് ഒരു സ്ത്രീയാണ് നേതൃത്വം നൽകിയത്, മാഡം ബിക്കാജി കാമ. അതുപോലെ ജപ്പാനിൽ നിന്നുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിച്ച റാഷ് ബിഹാരി ബോസാണ്. അദ്ദേഹമാണ് ഇന്ത്യൻ നാഷണൽ ആർമിയൊക്കെ സ്ഥാപിക്കുന്നത്. പിന്നീട് സുഭാഷ് ചന്ദ്രബോസിനെ വിളിച്ച് അതിന്റെ നേതൃത്വമൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ ലോകത്തിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എല്ലാം റവല്യൂഷണറി മൂവ്മെന്റ്, ആംഡ് റവല്യൂഷനെ ബേസ് ചെയ്തിട്ട്. അത് ഒരു എക്സാമ്പിൾ പറയുന്നുള്ളൂ. ഈ ഫലസ്തീനിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇങ്ങനെയാണ്. അതുകൊണ്ട് ഹമാസിനെ നമ്മളൊരു ടെററിസ്റ്റ് പ്രസ്ഥാനം അല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാൻ പ്രയാസമുണ്ടെന്നാണ് സാരം. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. നമ്മൾ പലപ്പോഴും പറയും ഹമാസ് ഒരു ടെററിസ്റ്റ് മൂവ്മെന്റ് അല്ലേ, എങ്ങനെയാണ് ഹമാസിനെ പിന്തുണയ്ക്കാന്ന് ചോദിക്കുന്നത്. അത് അവിടുത്തെ ഒരു കോൺടെസ്റ്റ് വ്യത്യസ്തമാണെന്ന് പറയാൻ വേണ്ടി ഞാനത് സൂചിപ്പിച്ചത്. മാത്രമല്ല അവിടുത്തെ എല്ലാ പാർട്ടികളും, അപ്പം അൽ ഫത്ത, ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ്, ഈ ഫലസ്തീൻ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് ഫലസ്തീൻ, അല്ലെങ്കിൽ അൽ സൈക്ക, ജനിൻ ബ്രിഗേഡ്, ഇങ്ങനെയുള്ള എല്ലാ പാർട്ടികളും 2 in 1 ആണ്. ഒരേ സമയം അത് രാഷ്ട്രീയ പാർട്ടിയാണ്, ഒരേ സമയം അതൊരു പോരാട്ട തലവുമാണ്. അതിൽ പക്ഷേ ഹമാസിലേക്കൊക്കെ വരുമ്പോൾ അത് 3 in 1 ആണ്. ഹമാസ് ഒരു മതപ്രസ്ഥാനം കൂടിയാണ്. അത് ഒരേ സമയം അതൊരു റിലീജിയസ് മൂവ്മെന്റ് കൂടിയാണ്. അവർ ധാരാളം പള്ളികളുണ്ട്, മദ്രസകളുണ്ട്. അതൊരു മത രാഷ്ട്രീയ സൈനിക പ്രസ്ഥാനമാണെന്ന് പറയും. റിലീജിയനുണ്ട്, പൊളിറ്റിക്കൽ പാർട്ടിയാണ്, അതേസമയം അത് സൈനികത. ഇത് 3 ചേർന്ന 3 in 1 ആണ് ഹമാസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു തലത്തിൽ നമ്മൾ ഓർക്കേണ്ടത്. ഇനി നമുക്ക് അവിടെ ഈ 1974-75 കാലത്താണ് PLOവിനെ ഫലസ്തീന്റെ പ്രതിനിധിയായിട്ട് അംഗീകരിക്കുന്നത്. അന്നാണ് ഒരു വലിയ പ്രസംഗമൊക്കെ യുണൈറ്റഡ് നേഷൻസിൽ പോയിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതാണ് ഒരു കയ്യിൽ ഒലിവ് ചില്ലയും മറുകയിൽ ഒരു തോക്കുമായിട്ട് പോയിട്ട് പറയുന്നത്. അത് വേടൻ വളരെ രസമായിട്ട് പോയിരുന്നത്. ഉമ്മാന്റെ മാറില് ഉപ്പാന്റെ ചൂരില് മയങ്ങി കണ്ണു തുറന്നപ്പോൾ കണ്ടല്ലോ ഞാനെന്നെ പോരില്, എൻ്റെ ഇടത് കൈയിലെ ഒലിവിന്റെ ചില്ല വീണ് പോയല്ലോ, വലത് കൈയിലെ യന്ത്രത്തോക്കിൻ തിരിയും തീർന്നല്ലോ എന്നുണ്ട്. വേടൻ വരികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വേടൻ അത്ര കുഴപ്പക്കാരനാണെന്നാണ് ഇപ്പൊ നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് എന്തായാലും അത് വളരെ ശക്തമായ വരികളാണ്. അത് അദ്ദേഹം നടത്തിയിട്ടുള്ളൊരു പ്രസംഗമാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്വാതന്ത്ര്യ സമര പോരാളിയുടെ ഈ തോക്ക് എനിക്ക് ഉപയോഗിക്കാൻ പറ്റാതാകണം എന്നും, സമാധാനത്തിൻ്റെ പ്രതീകമായ ഒലിവിൻ്റെ ചില്ല എൻ്റെ കയ്യിൽ നിന്ന് വീണുപോകാതെ നിങ്ങൾ നോക്കണേ എന്നൊക്കെ 1974 യുണൈറ്റഡ് നേഷൻസിലെ യാസർ അറഫാത്ത് നടത്തിയിട്ടുള്ള പ്രസംഗം വളരെ വിശ്വപ്രസിദ്ധമാണ്. അപ്പോൾ 80കളിൽ പക്ഷേ ഒരു പ്രധാന മാറ്റം ഉണ്ടായത് ഇസ്ലാമൈസേഷൻ എന്ന പ്രക്രിയയ്ക്ക് വിധേയമായി ഫലസ്തീൻ. അതൊരു സെക്കുലർ നാഷണൽ മൂവ്മെന്റ് എന്ന തലത്തിൽ നിന്ന് ഇസ്ലാമിക് പൊളിറ്റിക്കൽ കണ്ടന്റ് കൂടി വന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ യാസർ അറഫാത്തിനും അൽ ഫത്ത പാർട്ടിക്കും ഉണ്ടായിട്ടുള്ള പ്രതിരോധം പലപ്പോഴും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഘട്ടം വന്നു. പല അഴിമതി, അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, അധികാരത്തിന്റെ ഒരു ഇതിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന സംഘർഷം ഉണ്ടാകും. അങ്ങനെ 1987 ഒന്നാം ഇന്തിഫാദയുടെ കാലത്താണ് ഹമാസ് ഉണ്ടാകുന്നത്. വളരെ പെട്ടെന്ന് വളരെ കേഡർ സിസ്റ്റത്തിൽ പ്രവർത്തിച്ച ഹമാസിന് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു വെസ്റ്റ് ബാങ്കിലും ഗസയിലും. പിന്നീട് 1993 ഓസ്ലോ പാക്ട് പ്രകാരമാണ് ഫലസ്തീനിയൻ നാഷണൽ അതോറിറ്റി ഉണ്ടാകുന്നത്. ഈ നാഷണൽ അതോറിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ അതിൽ അവസാനം നടന്ന തെരഞ്ഞെടുപ്പ് 2005 ആ തെരഞ്ഞെടുപ്പിലാണ് പ്രസിഡന്റായിട്ട് മുഹമ്മദ് അബ്ബാസ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ഇപ്പോഴും മൂപ്പരാണ് അതിന്റെ പ്രസിഡന്റ്. അതിന്റെ ക്യാപിറ്റലാണ് റാമള്ള. 2006 ഫലസ്തീൻ നാഷണൽ കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഹമാസിന് ഭൂരിപക്ഷം കിട്ടി. അവിടുത്തെ റൂളിംഗ് പാർട്ടി ഈ ഫത്ത പാർട്ടിയായിരുന്നു. യാസർ അറഫാത്ത് അപ്പോഴത്തേക്കും മരിച്ചുപോയി. ഫത്ത പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടി. പക്ഷേ ഫത്ത പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല, ഹമാസ് ഭൂരിപക്ഷം കിട്ടി.
അങ്ങനെ ഇസ്മായിൽ ഹനിയ പ്രധാനമന്ത്രിയായി. അധികം താമസിയാതെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും തമ്മിൽ സംഘർഷം ആരംഭിച്ച് അങ്ങനെ ഫലസ്തീൻ വീണ്ടും വിഭജിക്കപ്പെട്ടു. 2007 ആയി കഴിഞ്ഞപ്പോൾ ഗസയുടെ നിയന്ത്രണം ഫത്ത ഏറ്റെടുത്തു. അങ്ങനെ ഹമാസ് ഏറ്റെടുത്തു. അങ്ങനെ ഫലസ്തീനിയൻ പ്രദേശങ്ങൾ 2 പ്രധാനപ്പെട്ട പ്രദേശമാണ്. വെസ്റ്റ് ബാങ്ക്, അത് അൽ ഫത്ത പാർട്ടി നിയന്ത്രിക്കുന്ന വെസ്റ്റ് ബാങ്കും ഗസ ഹമാസ് നിയന്ത്രിക്കുന്ന ഗസയും. അങ്ങനെ വീണ്ടും ഫലസ്തീൻ രണ്ടായി. 48-ന് ശേഷമുള്ള അടുത്ത വിഭജനം. ഇനി പിന്നീട് 2008 ഇസ്രായേൽ അങ്ങോട്ട് ഒരു സൈനികാക്രമണം നടത്തുന്നുണ്ട്, ഓപ്പറേഷൻ കാസിൽ എന്ന പേരിൽ. 2012 ഓപ്പറേഷൻ പില്ലർ ഓഫ് ഡിഫൻസ് എന്ന പേരിൽ നടത്തുന്നുണ്ട്. 2014 ഓപ്പറേഷൻ പ്രൊട്ടക്റ്റീവ് എഡ്ജ് എന്ന ഒരു സൈനിക നീക്കം നടത്തുന്നുണ്ട്. 2021 ഈ അൽ അക്സ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. ഇങ്ങനെ 4 മേജർ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ 5ാമത്തെ അതിൻ്റെ തുടർച്ചയിലാണ് ഒക്ടോബർ 7-ന് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്ന പേരിൽ ഹമാസിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. പിന്നീട് അങ്ങോട്ട് ഇസ്രായേൽ നടത്തിയിട്ടുള്ള യുദ്ധം ചരിത്രത്തിൽ ഇതപര്യന്തം ഒരു രാജ്യവും ചെയ്യാത്ത തരത്തിലുള്ള ഒരു യുദ്ധമാണ്. ഈ ഗസ എന്ന് പറയുന്ന ആകെ 365 സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു സ്ഥലമാണ്. അതിനാകെപ്പാടെ 3 അതിർത്തിയുണ്ട്. ഒന്ന് മെഡിറ്ററേനിയൻ സീ, മറ്റൊന്ന് വടക്കും കിഴക്കും ഇസ്രായേൽ, തെക്ക് ഭാഗത്ത് ഈജിപ്തുമായിട്ട് 11 കിലോമീറ്റർ അതിർത്തി, ബാക്കി 51 കിലോമീറ്റർ ഇസ്രായേലുമായി. ഇസ്രായേലിന്റെ അതിർത്തി മുഴുവനും ക്ലോസ്ഡ് ആണ്. ഈജിപ്തിലേക്ക് പോകാൻ ആകെയുള്ള ഒരേ ഒരു കോറിഡോറാണ് റഫ കോറിഡോർ എന്ന് പറയുന്നത്. റഫ കോറിഡോർ ഈജിപ്ത് അടച്ചു. പിന്നെ അവർക്ക് പിന്നെ പോകാൻ പറ്റുന്നത് മെഡിറ്ററേനിയൻ സീ മാത്രമാണ്. കടൽ മുഴുവനും ഇസ്രായേലി നാവികസേന അവിടെ നിലയുറപ്പിച്ചിരിക്കുക. കടലിലങ്ങോട്ട് ഒരു 2-3 കിലോമീറ്റർ കഷ്ടി പോയിട്ട് മീൻ പിടിക്കാന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ അന്നേരം ഷൂട്ട് ചെയ്തു. അപ്പോൾ ഈ 360 സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു തുറന്ന ജയിലാണ്. അവിടെ 23 ലക്ഷം മനുഷ്യരുണ്ട്. ഒരു രക്ഷയില്ല, എങ്ങോട്ടും പോകാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് അത് കംപ്ലീറ്റ് വളഞ്ഞു വെച്ചിട്ട് അവിടെ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചു. അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഹമാസിനെതിരെ യുദ്ധം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ ഈ കളക്റ്റീവ് പണിഷ്മെന്റ് എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം. കളക്റ്റീവ് പണിഷ്മെന്റ് നമുക്ക് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഇപ്പോൾ ലോകത്തിലെ ഭീകരമായ നിയമം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒന്നാണ് ഹമ്മുറാബി കോഡ്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ളത്. അത് വളരെ പുരോഗമനമായ നിയമമാണ്. കാരണം നിങ്ങൾ ഒരാളുടെ കണ്ണ് പൊട്ടിച്ചാൽ നിങ്ങളുടെ ഇവിടെ കണ്ണ് പൊട്ടിക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നിന്റെ ബന്ധുക്കളായ ആളുകളെ നിന്റെ നാട്ടുകാരെ മുഴുവൻ കൊല്ലുമെന്ന് പറയുന്നതില്ലല്ലോ. ഇവിടെ ഇസ്രായേൽ അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ഹമാസ് നടത്തിയിട്ടുള്ള അറ്റാക്കിനോട് പ്രതികരിച്ചുകൊണ്ട് ഈ 23 ലക്ഷം ആളുകളെയും ബാധിക്കുന്ന രൂപത്തിലൊരു സൈനിക നീക്കം നടത്തുകയും അതിൽ 67,129 അവസാനത്തെ കണക്ക്, അത്രയും ആളുകളെ കൊലപ്പെടുത്തുകയും 1,32,000 ആളുകൾക്ക് മാരകമായി പരിക്കേൽക്കുകയും. അതാണ് പ്രതിസന്ധി. അപ്പോൾ ഇതിനെ കളക്റ്റീവ് പണിഷ്മെന്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ കളക്റ്റീവ് പണിഷ്മെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കളക്റ്റീവ് പണിഷ്മെന്റ് ലോകത്തിൽ ഒത്തിരി രാജ്യങ്ങൾ പല ഘട്ടങ്ങളിലും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തുർക്കിക്കെതിരായി നിന്നു വന്നതിന്റെ പേരിലാണ് ആർമീനിയൻ ക്രിസ്ത്യൻസിനെ മുഴുവനും കൊലപ്പെടുത്തിയത് 1-ാം ലോക മഹായുദ്ധകാലത്ത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ തുർക്കിയും ആർമീനിയുമായിട്ടുള്ള സംഘർഷം നിൽക്കുന്നത്. അന്ന് ഖിലാഫത്ത് മൂവ്മെന്റ് തുടങ്ങിയത് കൊണ്ടാണ് ഗാന്ധിയുടെ പ്രതിമ 2021 യാരവാനില് അവിടുത്തെ ആർമീനിയക്കാര് അടിച്ചു പൊട്ടിച്ചോ. പിന്നെ അവർ ക്ഷമയൊക്കെ പറഞ്ഞ് ഗാന്ധിയുടെ പ്രതിമയൊക്കെ തിരിച്ചു വെച്ചു. പക്ഷെ അവിടുത്തെ ആർമീനിയക്കാർ പറഞ്ഞ കാര്യം വെച്ചാൽ ആർമീനിയൻ ക്രിസ്ത്യാനികളുടെ വംശീയ ഉന്മൂലനം ഏകദേശം 15 ലക്ഷത്തോളം ആളുകളെ തട്ടിക്കളഞ്ഞു. ഇത് നടത്തിയത് തുർക്കിയാണ്. അന്ന് തുർക്കി ഇത് നടത്തി. ഈ തുർക്കിയെ പിന്നീട് സപ്പോർട്ട് ചെയ്താരാ? മഹാത്മാഗാന്ധിയാണ്. 1920 മുതൽ 22 വരെ തുർക്കി ഖിലാഫത്തിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ആഗോളാടിസ്ഥാനത്തിൽ നടന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ഇന്ത്യയിൽ നോൺ കോപ്പറേഷൻ ഖിലാഫത്ത് മൂവ്മെന്റ് നടത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് ഗാന്ധിയുടെ പ്രതിമ അവർ തല്ലിപ്പൊളിച്ചത് 2021. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ അതിനകത്തുണ്ട്. ഇനി ഇങ്ങനെ ഒരു പ്രദേശത്തിലേക്ക് ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഈ ആക്രമണം, ഒരു കണ്ണെടുക്കുക എന്നുള്ളത് പോട്ടെ, വംശീയ ഉന്മൂലനമാണ്. അതാണ് പ്രശ്നം. അത് യുണൈറ്റഡ് നേഷൻസ് ഇപ്പോൾ അംഗീകരിച്ചു. അവിടെ നടക്കുന്ന എത്നിക് ക്ലീൻസിംഗ് ആണ്, വംശീയ ഉന്മൂലനമാണ്. അത് തടയാൻ ഒരു രാജ്യത്തിനും കഴിയുന്നില്ല എന്നിടത്താണ് വലിയ സംഘർഷം. ആ മേഖലയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ഇസ്രായേൽ. ഏറ്റവും വലിയ സൈനിക ശക്തിയാണ്. അവിടെ 2 തരത്തിലുള്ള ക്ലീൻസിംഗ് ആണ് നടന്നത്. ഒന്ന് എത്നിക് ക്ലീൻസിംഗ്, വംശീയമായി എന്ന് പറഞ്ഞാൽ 99% ആളുകളും അവിടെ അറബികളാണ്. അറബികളല്ലാത്ത ഒരു ചെറു ന്യൂനപക്ഷമുള്ളൂ. അവർ ഈ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറഞ്ഞിട്ട് ഏകദേശം 1000-ൽ താഴെ ആളുകൾ. അവർ ഈ ഗ്രീക്ക് വംശീയ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. കുറച്ച് അറബികളുമുണ്ട്.
ഒരു 1% വരും, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഫിലിസ്റ്റീൻസ് യഥാർത്ഥത്തിൽ ഗ്രീക്കുകാരാണ് കേട്ടോ. ഫിലിസ്റ്റീൻസ് എന്ന് പറയുന്ന ആളുകൾ, ഫിലിസ്റ്റീൻസ് ഇപ്പോൾ അവിടെ ഇല്ല. ഫിലിസ്തീയ എന്ന് പറഞ്ഞ വാക്ക് അത് ഈ ഗ്രീക്കുകാർ ആ പ്രദേശം കീഴടക്കിയ സമയത്ത് അവരുടെ പേരാണ് ഫിലിസ്റ്റീൻസ്. അപ്പോൾ അവരിൽ നിന്നാണ് ഫിലിസ്തീന എന്ന പേര് വന്നത്. ശരിക്കും ഫിലിസ്റ്റീനിയൻസ് എന്ന് പറഞ്ഞ വംശീയ വിഭാഗം സെമിറ്റിക് അല്ല, ഗ്രീക്കാണ്. അവർ ഗ്രീക്കാണ്. അപ്പം ഇവിടെ ഈ കൊണ്ട് പോയത് 99% അറബികൾ, അത് 99% സുന്നി മുസ്ലിംസാണ്. അവിടെ ഷിയ മുസ്ലിങ്ങളൊന്നും ഇല്ലത്. അപ്പോൾ അവരെ വംശീയമായ ഉന്മൂലനം നടത്തുന്നു എന്നിടത്താണ് നമ്മുടെ ഈ പ്രതിസന്ധി വരുന്നത്. അതോടൊപ്പം ഈ കൊല ചെയ്യപ്പെട്ടവരിൽ 80% സ്ത്രീകളും കുട്ടികളുമാണ്. അവിടുത്തെ 36 ആശുപത്രി ആകെപ്പാടെ ഉണ്ടായിരുന്നത് 34 എണ്ണവും പൂർണ്ണമായിട്ടും തകർത്തിട്ടുണ്ട്. പിന്നെ ഇക്കോസൈഡ് എന്നുള്ള ഒരു പ്രശ്നവും കൂടി അവിടെ മുന്നോട്ട്. ഇക്കോസൈഡ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ നാശമാണ്. അവിടുത്തെ മുഴുവൻ ഭൂമിക്കടിയിലുള്ള ജലസ്രോതസ്സുകളും മലിനമാക്കണം. കാർഷിക ഇടങ്ങളിൽ മുഴുവനും കൃഷി ചെയ്യാൻ പറ്റാത്ത വിധം മാരകമായ വിഷവസ്തുക്കൾ പ്രയോഗിക്കും. അവിടെ ഉപയോഗിച്ച ബോംബുകളിൽ മാരകമായ ഡെപ്ലീറ്റഡ് യുറേനിയം കലർന്ന ബോംബാണ് പ്രയോഗിച്ചത്. ഡെപ്ലീറ്റഡ് യുറേനിയത്തിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ വളരെ നേരിയ തോതിലുള്ള വികിരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ഏറ്റവും മാരകമായി ബാധിക്കുന്നത് പ്രത്യുൽപാദനത്തെയാണ്. പക്ഷെ ഇനി കുട്ടികളുണ്ടാവില്ല, അതാണ് ഒരു പ്രശ്നം. അപ്പോൾ ആളുകളുടെ അത് ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുകയും വികിരണങ്ങൾ അപ്പോൾ ഒരു തരത്തിലുള്ള പ്രകൃതിയുടെ പൂർണ്ണമായ നാശം സംഭവിച്ചിരിക്കും. പണ്ട് ഈ സോതം കുമാറോ തകർക്കാൻ വേണ്ടിയിട്ട് ആകാശത്ത് നിന്ന് ദൈവം ഗന്ധകവും ഉപ്പും ഇറക്കി അത് ഒഴുകിപ്പോയിട്ടാണ് ചാവുകടൽ ഉണ്ടായതെന്ന് പറഞ്ഞൊരു കഥ ബൈബിളിലുണ്ട്. ഏകദേശം അതുപോലെയായി മാറി അവിടെ ആ പ്രദേശത്ത്. ഇനിയിപ്പോൾ കംപ്ലീറ്റ് റിവൈവ് ചെയ്തെടുക്കേണ്ടത്. വയനാട്ടിലൊക്കെ കുറേ കാലം ഈ വാഴകൃഷി നടത്തിയ സമയത്ത് മണ്ണങ്ങ് നശിച്ചു പോയിട്ട് അവസാനം ഒരു അടി ആഴത്തിലൊക്കെ മണ്ണ് കോരി കളഞ്ഞിട്ടാണ് പിന്നെ അവിടെ പല കാര്യങ്ങളും പോയിട്ട് ശിവണ്ടിച്ചർക്ക് അറിയായിരിക്കും എന്ന് പറഞ്ഞ ഒരു അവസ്ഥയായി. ഇപ്പോൾ അവിടെ അതൊരു ഇക്കോസൈഡ് എന്ന പ്രയോഗമാണ് നടന്നത്. ആ ഭൂമി കംപ്ലീറ്റ് മലിനമാക്കപ്പെട്ടു. പിന്നെ അത് മാത്രമല്ല, കെട്ടിടങ്ങളിൽ 80% തകർക്കപ്പെട്ടു. ഈ കെട്ടിടങ്ങളിൽ നിന്ന് വരുന്ന ഈ പൊടിയും മറ്റു മാലിന്യങ്ങളൊക്കെ ചേർന്നിട്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത വിധം ആ പ്രദേശം തകർക്കപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ഡിസ്ട്രക്ഷൻ ഒരുപക്ഷെ 21-ാം നൂറ്റാണ്ടിൽ ലോകത്തിൽ എവിടെയും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിനെ നിയന്ത്രിക്കുവാനോ അവസാനിപ്പിക്കുവാനോ ലോകത്തിലുള്ള ഒരു രാജ്യത്തിനും കഴിഞ്ഞില്ല. വൻശക്തി രാജ്യങ്ങളെല്ലാം തന്നെ, വൻശക്തി രാജ്യങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. വൻശക്തി അല്ലാത്തവൻ വെറുതെ ഡയലോഗ് പറയാന്നല്ലാണ്ട് ഒരു പ്രയോജനവുമില്ല. അതിൽ അമേരിക്ക അവരുടെ കൂടെയാണ്. 15 അംഗ യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിലിൽ വന്നിട്ടുള്ള മുഴുവൻ പ്രമേയങ്ങളും അമേരിക്ക വിറ്റു. ഒറ്റ പ്രമേയം പാസ്സായി. അപ്പോൾ അതിനിടയ്ക്ക് ഒരു 12 ദിന യുദ്ധം ഉണ്ടായി മറ്റേ ഇറാനുമായി. ആ സന്ദർഭത്തിൽ ഇറാനുമായിട്ട് ഈ പുതിനോട് ചോദിച്ചു, നിങ്ങൾ ഇറാനെ വേണ്ടി ഇസ്രായേലിനെതിരെ യുദ്ധത്തിൽ ഇറങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ചിട്ടുള്ള ഒരു പത്രസമ്മേളനത്തിൽ അതിൽ പുതിൻ പറഞ്ഞത്, ഞങ്ങളുടെ 20 ലക്ഷം റഷ്യക്കാരുണ്ട് മറ്റേ ഇസ്രായേലിൽ, ഞങ്ങൾ എങ്ങനെയാണ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാറുള്ളത്? 20 ലക്ഷം റഷ്യക്കാരുണ്ട്. അവർ ശരിക്കും ഇസ്രായേൽ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു മെജോറിറ്റി റഷ്യൻ ജ്യൂസാണ്. റഷ്യയിലാണ് ജൂതവിരോധമൊക്കെ ശക്തിപ്പെട്ടത് ആദ്യകാലത്ത്. പോഗ്രംസ് എന്ന് പറയുന്നതൊക്കെ ഉണ്ടായത് റഷ്യയിലാണ്. അപ്പോൾ 20 ലക്ഷത്തോളം റഷ്യൻ സ്പീക്കിംഗ് ജ്യൂസ് ഉണ്ട് ഇസ്രായേൽ. അതുകൊണ്ട് ഇസ്രായേലിനെതിരെ ഒരു സൈനിക നടപടി ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പുടിൻ ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ റഷ്യ ഇടപെടില്ല, അമേരിക്ക ഇടപെടില്ല, വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നും ഇടപെടില്ല. പിന്നെ എന്താ സംഭവിക്കുക? മാസ് കില്ലിങ്. അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭം അവിടെ ഉണ്ട്. തൽക്കാലത്തേക്കെങ്കിലും വെടിനിർത്തൽ ഉണ്ടായി, പക്ഷേ ആ വെടിനിർത്തൽ ശാശ്വതമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ആ ജനതയെ നമ്മൾ എടുക്കുക. നമ്മൾ ഹമാസിന്റെ ഭീകരത ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംവാദം പോലും അപ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നത്. വേണമെങ്കിൽ നമുക്ക് സമ്മതിക്കാൻ പ്രശ്നമൊന്നുമില്ല. കാരണം ഈ ടെററിസം എന്ന് പറയുന്നത് ഒരു മെത്തഡ് ഓഫ് വാർഫെയർ കൂടിയാണ്. ലോകത്തിൽ ശക്തി കുറഞ്ഞ ആളുകൾ എപ്പോഴും അതിശക്തരോട് ഏറ്റുമുട്ടുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു യുദ്ധതന്ത്രം ടെററിസമാണ്. എല്ലാവരും അത് ഭഗത് സിംഗ് ആണെങ്കിൽ ആ അർത്ഥത്തിൽ എന്ന് വെച്ചാൽ ഭഗത് സിംഗിനെ ടെററിസ്റ്റ് ഒന്നും വിളിച്ചേക്കരുത്. മോഡേൺ ആധുനിക അർത്ഥത്തിലല്ല. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബിൻ ലാദനെ പോലെയുള്ള ടെററിസ്റ്റുകളുടെ ഗണത്തിലൊന്നും അല്ല കേട്ടോ ഭഗത് സിംഗ്. ചില ആളുകൾ ചില ഇസ്ലാമിസ്റ്റുകൾ ചിലപ്പോൾ അങ്ങനെ കയറിയൊക്കെ ഉദാഹരിച്ചത് ഏതൊരു ചങ്ങായി ഇപ്പോൾ ഭഗത് സിംഗ് ടെററിസ്റ്റ് അല്ലേ എന്നൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല, അത് വേറെ തന്നെയാണ്. പക്ഷേ ഇത് എ മെത്തഡ് ഓഫ് വാർഫെയർ എന്ന് വെച്ചാൽ ഡീ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് വാർഫെയർ എന്നത് രണ്ട് രാജ്യങ്ങളിലെ സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴാണ് അത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് വാർഫെയർ ആയത്. അതേസമയം ഒരു രാജ്യത്തിന്റെ സംഘടിത സൈന്യവുമായി ഒരു അസംഘടിത സൈന്യം
ഒരു ചെറു ഗ്രൂപ്പ് ഏറ്റുമുട്ടുമ്പോൾ അവർക്ക് ഡി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് വാർഫെയറേ പറ്റുള്ളൂ, സോക്കോൾഡ് ഗറില്ല വാർഫെയർ. ഈ ഗറില്ല വാർഫെയറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടെററിസം എന്നുള്ളത്. ചാവേറുകളാകുക എന്നുള്ളത്. മലയാളികൾ മുഴുവൻ ചാവേറുകളായിട്ടല്ല പോയിക്കൊണ്ടിരുന്നത്. നമ്മളിവിടുന്ന് ഈ കൊച്ചിയിലെ മഹോദയപുരം, കൊച്ചിയിലായിരിക്കും അല്ലേ അല്ലേ, മഹോദയപുരം പിടിച്ചെടുത്ത ചോളന്മാരെ തിരിച്ച് ഓടിക്കുന്നത് രാമവർമ്മ കുലശേഖരന്റെ നേതൃത്വത്തിൽ ചാവേറ്റ് സൈന്യം പോയിട്ടാണ്. ചാവേറ്റ് സൈന്യമാണ് അവരെ തിരിച്ചോടിക്കുന്നത്, ചോളന്മാരെ തോൽപ്പിക്കുന്നത് 12-ാം നൂറ്റാണ്ടിൽ. കോഴിക്കോടാണെങ്കിൽ ഈ സാമൂതിരിയുടെ കയ്യിൽ നിന്ന് ഈ മാമാങ്കത്തിന്റെ അധ്യക്ഷ സ്ഥാനം തിരിച്ചു പിടിക്കാൻ വേണ്ടി വള്ളുവക്കോനാതിരിമാരെ എപ്പോഴും അയക്കുന്നത് ചാവേറ്റുപടയാണ്. അതായത് മരിക്കുക, ഒന്നുകിൽ വിജയിച്ച് തിരിച്ചു വരിക, അല്ലെങ്കിൽ സ്വയം മരിച്ച് പരമാവധി ശത്രുക്കളെ കൊലപ്പെടുത്തുക. അപ്പോൾ സാങ്കേതികമായി ഇതൊന്നു തന്നെയാണ് എന്നർത്ഥം. അത് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണമാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഇവർ ഏറ്റുമുട്ടുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ശക്തമായ സൈന്യത്തോടായതുകൊണ്ട് നേരിട്ട് ഹമാസിന് പോയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് വാർഫെയർ നടത്താൻ പറ്റില്ല. അവർ യുദ്ധമുഖത്ത് അണിനിരക്കുമ്പോൾ തന്നെ അവരെല്ലാം തീർന്നിരിക്കും. അത്രയും ശക്തമായ ടാങ്ക് ഫോഴ്സും മറ്റേ യുദ്ധ കവചിത വാഹനങ്ങളും പിന്നെ വ്യോമ സേനയും ഒക്കെ അവിടെ ഇസ്രായേൽ. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ എന്താ പറയുക, ഡിസ്റപ്റ്റീവ് ഓപ്പറേഷൻസ് മാത്രമേ പറ്റുള്ളൂ. ആ അർത്ഥത്തിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സംഘർഷമാണ്. അതുകൊണ്ട് അതിനെ ആ അർത്ഥത്തിൽ കാണണം. മാത്രമല്ല, ഇപ്പോൾ ഹമാസിനെയോ അല്ലെങ്കിൽ അൽ ഫത്തഹ് പാർട്ടിയൊക്കെ കാണുമ്പോൾ ഈ അൽ ഖ്വയ്ദയെ പോലെ ലഷ്കർ-ഇ തയ്ബയെ പോലെ ഉള്ള ഭീകര സംഘങ്ങൾ അല്ല എന്ന് നമ്മൾ തിരിച്ചറിയും. അതാണ് വ്യത്യാസം. അൽ ഖ്വയ്ദ എന്ന് പറയുന്ന ലോകം മുഴുവനും ഇസ്ലാമിക സ്റ്റേറ്റ് സ്ഥാപിക്കാൻ പരമാവധി അവിശ്വാസികളെ കൊന്നൊടുക്കുക എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ്. അവരെ മനുഷ്യരെന്ന കാറ്റഗറിയിൽ നിന്ന് പെടുത്താൻ പറ്റില്ല. അമ്മാതിരി ആളുകളല്ല ഇവര് ലോകം മുഴുവൻ അവർ ഇസ്ലാമൈസ്ഡ് ആണ്. അത് ശരിയാണ്, ഇസ്ലാമിക പ്രത്യയശാസ്ത്രം അവരെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ അവർ എന്തിനു വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്? അവരുടെ ജന്മനാട്ടിൽ ഒരു സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ആ അർത്ഥത്തിൽ അവർ നേഷണലിസ്റ്റുകളാണ്. മാത്രമല്ല 1914 വിഡ്രോ വിൽസൺ പ്ലാനിൽ അംഗീകരിച്ച പദ്ധതിയാണ് 14 പദ്ധതിയിൽ വന്നതാണ് ജനതകളുടെ സ്വയം നിർണായക അവകാശം. അത് 1944 അറ്റ്ലാന്റിക് ചാർട്ടറിൽ എഴുതി ചേർത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു 150 വർഷമെങ്കിലുമായിട്ട് ലോകത്തിൽ വ്യാപകമായ ആളുകൾ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ മൂല്യമാണ് ജനതകളുടെ സ്വയം നിർണായക അവകാശം എന്നത്. അതുകൊണ്ട് ഫലസ്തീനിൽ താമസിക്കുന്ന ഫലസ്തീനികൾക്ക് അവരുടെ മണ്ണിൽ അവരുടെ ജന്മഭൂമിയിൽ ഒരു രാജ്യം വേണമെന്ന് പറയുന്നത് ഒരു സാർവദേശീയ മൂല്യമാണ്. ആ മൂല്യത്തിന് വേണ്ടി അവർ ആയുധമെടുത്ത് പോരാടുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതല്ല അവരെന്ത് വേണം, ഗാന്ധിയുടെ മാർഗത്തിൽ അഹിംസ നടത്തണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള അഭിപ്രായം ആർക്കും പറയാം. പക്ഷെ അവരുടെ റിയാലിറ്റിക്ക് അനുസരിച്ചാണ് അവർ ആയുധം എടുക്കണോ അതോ നിരാഹാരം ഇരിക്കണോ എന്ന് തീരുമാനിക്കുന്നത്. അവിടുത്തെ റിയാലിറ്റിയാണ്. നമ്മളിവിടെ ഇരുന്ന് ഡയലോഗ് പറയുന്നതിൽ കഥയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സംവാദത്തിലേക്ക് കടക്കാത്തത്. ഇപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സംവാദത്തിന്റെ ഒരു പ്രതിസന്ധി മുഴുവനും ഹമാസ് തീവ്രവാദിയാണോ അല്ലയോ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയില്ല. കാരണം ആ ഒരു ചോദ്യം തന്നെ അപ്രസക്തമാണ് എന്ന് സാരം, അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പൊ വിഷയം ഒരു ദേശീയ വിമോചന പ്രസ്ഥാനമാണ്. ഫലസ്തീനികൾക്ക് ഒരു സ്വതന്ത്ര രാജ്യം കൊടുത്തേ മതിയുള്ളൂ. അത് ഏറ്റവും അവസാനത്തെ ട്രംപിന്റെ 20 പരിപാടിയിലും അത് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ശാശ്വത പരിഹാരമില്ല. ജൂതന്മാർക്കും സ്വതന്ത്രമായിട്ട് അവിടെ ജീവിക്കാൻ പറ്റില്ല പറയുന്നത് പോലെ. കാരണം ഇന്നത്തെ ലോകത്തിന്റെ സാങ്കേതിക വിദ്യ വളർച്ചയുടെ പശ്ചാത്തലത്തിൽ എത്ര ശക്തമായ രാജ്യത്തെ വേണമെങ്കിലും ഒരു സിംഗിൾ ഇൻഡിവിഡ്വൽ വിചാരിച്ചാൽ പോലും തകർക്കാൻ പറ്റും. അതാണ് ഈ ടെററിസ്റ്റ് മെത്തേഡിന്റെ ഒരു പ്രത്യേകത. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. അത് ലോകം ആദ്യം കണ്ടത് വിയറ്റ്നാം യുദ്ധത്തിലാണ്. അത്യന്താധുനിക സാങ്കേതിക വിദ്യയെ വളരെ ലളിതമായ ടെക്നോളജി ഉപയോഗിച്ചിട്ട് തോൽപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ പ്രധാനപ്പെട്ട കലാപരിപാടി തീട്ടമായിരുന്നു അല്ലേ, അതിലായിരുന്നു. അത് അടിച്ചു പൊളിച്ച് കളഞ്ഞത് നന്നായി. അശ്ലീലത്തിന് ഒരു പരിധിയുണ്ട്. എന്നിട്ട് പിന്നെ അതിനെ സാധൂകരിക്കുന്ന കുറേ അണ്ണന്മാരും അതുപോലെ. അപ്പോൾ ഈ ഞാൻ ഈ തീട്ടത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഈ വിയറ്റ്നാം യുദ്ധത്തിൻ്റെ കാലത്ത് ഇല ചാർത്തുകളിലൊക്കെ മറഞ്ഞിരുന്നിട്ട് ഇവരുടെ യുദ്ധവിമാനങ്ങളെ സ്ഥിരമായി വെടിവെച്ചിടുകയാണ് ഇദ്ദേഹത്തിൻ്റെ സൈന്യം, ഹോച്ചിമിൻ്റെ പോരാട്ട സൈന്യം. ഒരു രക്ഷയില്ല. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ബിസിനസ് എന്തായിരുന്നു അറിയാമോ? ആക്രി കച്ചവടമായി മാറി. ഈ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിട്ട് അതിൻ്റെ ഈ പ്ലേറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിന് നല്ല വിലയാണ്. ഈ സാധനം ആക്രി കൊടുത്തിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? തോക്ക് വാങ്ങിക്കുന്നത്. അങ്ങനെ ഒരു വലിയ വിമോചന പ്രസ്ഥാനമാണ് വിയറ്റ്നാം സമരം എന്ന് പറയുന്നത്. അവസാനം ഇവരെ പിടിക്കാൻ വേണ്ടി അമേരിക്ക കണ്ടുപിടിച്ച ഒരു സാങ്കേതിക വിദ്യയാണ് മനുഷ്യന്റെ മണം പിടിക്കുന്ന ഒരു യന്ത്രം ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ വിമാനങ്ങളിലെല്ലാം അടിയിൽ ഇത് ഫിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഗറില്ലകൾ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം വരുമ്പോൾ ഇത് BP പഠിക്കും, അവിടെ ബോംബിടും.
അപ്പൊ അങ്ങനെ ഈ മരങ്ങളുടെ ഇടയിലൊക്കെ ഒളിച്ചിരുന്ന്, പാറക്കൂട്ടത്തിനിടയിലൊക്കെ ഒളിച്ചിരുന്നിട്ട് യുദ്ധം ചെയ്യുന്ന ഗറില്ല പോരാളികൾ തുടക്കത്തിൽ കുറേ ആളുകൾ മരിച്ചു. അപ്പോഴാണ് അവർ കമാൻഡ് ചേർന്ന് ആലോചിച്ച് ഇത് എങ്ങനെ പരിഹരിക്കാം. അങ്ങനെ അവർ കണ്ടെത്തിയ മാർഗമാണ് രാവിലെ തന്നെ എല്ലാവരും പൊതുവായ സ്ഥലത്ത് പോയി അപ്പിയുടെ മൂത്രം ഒഴിക്കുക, അതെല്ലാം കൂടെ ശേഖരിച്ച് കാടിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട്. ഇത് മനുഷ്യൻ്റെ മണമാണല്ലോ. അപ്പോൾ അതിൽ ബോംബിടാൻ വേണ്ടിയിട്ട്, അപ്പോൾ മണം പിടിക്കും, അതിൽ ബോംബിടാൻ വേണ്ടി അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ താഴ്ന്നു പറക്കുമ്പോൾ ഇവർ അതിൽ വെടിവെച്ചു. ഞാൻ പറയുന്നത് വളരെ സിമ്പിൾ ടെക്നിക്ക്. ഞാനീ പറയുന്നത് അത്യന്താധുനിക ഒരു സാങ്കേതിക വിദ്യയെ നാടൻ ലോജിക് ഉപയോഗിച്ച് മറികടക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, എത്ര സംഘടിതമായ സൈന്യത്തെയും വളരെ ലളിതമായ യുക്തി ഉപയോഗിച്ചിട്ട് തോൽപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇസ്രായേലിന്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഹമാസ് അല്ലേ, അവരുടെ ഒരു കുറച്ച് പോരാളികളല്ലേ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്ന ഒരു കാര്യമില്ല. എന്തും സാധ്യമാണ് എന്നതുകൂടി നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ അമേരിക്കയിലെ 1941 ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് അവര് പേൾ ഹാർബർ ആക്രമിച്ചു. അതിനുശേഷം അമേരിക്കയിൽ യുദ്ധം എത്തിയിട്ടില്ല. അതിനുശേഷം അമേരിക്കൻ മണ്ണിൽ ആദ്യമായി യുദ്ധം എത്തുന്നത് 2001 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം. ആരെങ്കിലും ആലോചിച്ചോ? ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യം, ആ സൈന്യത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് പെന്റഗൺ. പെന്റഗണിൽ വിമാനം ഇടിച്ചിറങ്ങി. ക്യാൻ യു ഇമാജിൻ? അപ്പോൾ ഈ വിമാനം ഹൈജാക്ക് ചെയ്തിട്ട് വേൾഡ് ട്രേഡ് സെന്ററിൽ ഇടിച്ചിറക്കാം എന്നുള്ളത് ഒരു വളരെ ലളിതമായ യുക്തിയല്ല. അപ്പൊ ഇത്തരത്തിലുള്ള സിമ്പിൾ ലോജിക് ഉപയോഗിച്ച് ഒരു ഹെജിമനെ തകർക്കാൻ സാധിക്കും. അതാണ് ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഗോലിയാത്തിനെ പൊളിക്കുന്നത് ഏതെങ്കിലും യന്ത്രത്തോക്ക് ഉപയോഗിച്ചിട്ടൊന്നുമല്ല, ഒരു കവണയും ഒരു കല്ല് ഉപയോഗിച്ച് കറക്കേണ്ട രീതിയിൽ കറക്കി എറിഞ്ഞു കഴിഞ്ഞപ്പോൾ തിരുനെറ്റിയിൽ കൊണ്ട് ഗോലിയാത്ത് താഴെ നിന്ന് തട്ടിപ്പോയി. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട, ഇതെല്ലാം നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഇസ്രായേലിന്റെ സുരക്ഷിതത്വം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകത്തിൽ ഒത്തിരി സഹിച്ച ഒരു ജനതയാണ്. അവർക്ക് സമാധാനവും സുരക്ഷിതവുമായി നിർത്തണം. പക്ഷെ അത് മറ്റുള്ളവരെ ചവിട്ടി അരച്ചുകൊണ്ടാവരുത്. അതുകൊണ്ട് പലസ്തീനികൾക്ക് ഒരു സ്വതന്ത്ര രാജ്യം കൊടുക്കണം. അത് കൊടുത്ത കൊണ്ട് മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് പര്യന്തം ഈ പൊസിഷനാണ് ഇന്ത്യ എടുത്തിരുന്നത്. ഇന്ത്യ ഇസ്രായേലിന് അതുകൊണ്ട് പറഞ്ഞിട്ട് അവസാനം 5 മിനിറ്റ് കൊണ്ട് എടുക്കാമോ? അല്ലേ 5 മിനിറ്റ് കൊണ്ട് എടുക്കാമോ? ഏതായാലും കുറച്ച് പേരല്ലോ. 2 മിനിറ്റ് 2 മിനിറ്റിൽ അവസാനിപ്പിക്കാം. അത് 1948 ഈ ഇസ്രായേൽ ഉണ്ടായെങ്കിലും ഇസ്രായേലിനെ അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറായില്ല. അതിന് കാരണം ഒരു കൊളോണിയൽ സെറ്റിലർ സ്റ്റേറ്റിനെ ഇന്ത്യ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. 1950 മാത്രമാണ് ഇന്ത്യ നോർമൽ റെക്കഗ്നിഷൻ കൊടുത്തത്. ആ റെക്കഗ്നിഷൻ കൊടുത്തപ്പോഴും ഡൽഹിയിൽ ഒരു കോൺസുലേറ്റ് തുറക്കാൻ അനുമതി കൊടുത്തില്ല. എന്നിട്ട് ഇസ്രായേൽ കോൺസുലേറ്റ് തുറക്കുന്നത് എവിടെയാണ്? ബോംബെയിൽ. 1992 മാത്രമാണ് ഇസ്രായേലുമായിട്ട് സമ്പൂർണ്ണ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഒരു കോളനി രാഷ്ട്രമാണ് ഇസ്രായേൽ എന്നതുകൊണ്ടാണ്. അതൊരു കൊളോണിയൽ സെറ്റിലർ സ്റ്റേറ്റ് ആണ് എന്നുള്ളത്. അതുകൊണ്ടാണ് അംഗീകരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ബാലൻസ് ഓഫ് പവർ വന്നു. അപ്പോൾ ആ കാലത്ത് നമ്മുടെ ഒരു നിയന്ത്രണം വി ആർ വിത്ത് പലസ്തീനിയൻസ് ബട്ട് നോട്ട് അഗൈൻസ്റ്റ് ഇസ്രായേൽ എന്നുള്ളത്. പിന്നീട് അത് മാറി. ഇപ്പോൾ നേരെ തിരിച്ചായി. ഇപ്പോൾ നേരെ തിരിച്ച് വി ആർ വിത്ത് ഇസ്രായേൽ നോട്ട് അഗൈൻസ്റ്റ് പലസ്തീനിയൻസ് എന്ന നിലയ്ക്ക് ഇന്ത്യയുടെ നയത്തിൽ സമീപനത്തിലും ഒരു മാറ്റം വന്നു. പക്ഷേ ഇതിനകത്തൊന്നും ശരിതെറ്റുകളൊന്നും ആലോചിച്ച് നമ്മൾ പോകണ്ട. എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടെ നിലനിൽപ്പാണ് പ്രധാനം. അതുകൊണ്ട് ഇന്ത്യക്ക് ഇസ്രായേലിനെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേലുമായിട്ട് ജോർദാൻ ഐക്യത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ പവർ പൊളിറ്റിക്സിൻ്റെ മാരകമായ സ്ഥലികളിലാണ് നമ്മൾ നിൽക്കുന്നത്. അധികാര ബന്ധങ്ങളുടെ സമുച്ചയത്തിനകത്താണ് നിൽക്കുന്നത്. അവിടെ മനുഷ്യനും മാനവികതയും ഇല്ലാതാകുന്നു എന്നുള്ളതാണ് പ്രശ്നം. എത്ര ആളുകളെയും നിങ്ങൾക്ക് കൊല്ലാം. അപ്പോൾ ഇവിടെ ഈ കൊലപാതകത്തിന് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഇപ്പോഴും നമ്മുടെ ലോകത്തിലെ ഏറ്റവും ശക്തമായ, ഏറ്റവും ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഐഡിയോളജി നാഷണലിസമാണ്. അതുകൊണ്ട് ഇൻ ദ നെയിം ഓഫ് നാഷണലിസം എനിത്തിങ് ഈസ് പോസിബിൾ, എവരിതിങ് ഈസ് പോസിബിൾ. നിങ്ങൾക്ക് എത്ര പേരെ വേണമെങ്കിലും കൊല്ലാം, എത്ര എന്ത് വേണം ചെയ്യാം. പക്ഷെ അത് ചെയ്യുന്നത് മാസ്സായിട്ട് ചെയ്യും. നിങ്ങൾ ഒരാളെയാണ് കൊല്ലുന്നതെങ്കിൽ യു വിൽ ബി എ മർഡർ. നിങ്ങളൊരു കൊലപാതകയാണ് നിങ്ങൾ ശിക്ഷിക്കുന്നത്. നിങ്ങൾ 10,000 ആളുകളെ 1,00,000 ആളുകളെ കൊണ്ടുകഴിഞ്ഞാൽ യു വിൽ ബി സെലിബ്രേറ്റഡ് ആസ് എ ഹീറോ. അതുകൊണ്ട് ഒരു ഹീറോ ആകാൻ വേണ്ടിയിട്ടാണ് നെതന്യാഹു ശ്രമിക്കുന്നത്. അദ്ദേഹം ഓൾറെഡി ജൂതന്മാരുടെയും നവ ഫാസിസ്റ്റുകളുടെയും അതുപോലെ നിയോ ട്രഡീഷണലിസ്റ്റുകളുടെയും ഒക്കെ ഒരു ഹീറോ ആയി മാറിക്കഴിഞ്ഞു. പക്ഷേ ഇവിടെ മനുഷ്യൻ എന്നത് ഇല്ലാതായിരിക്കുന്നു, മനുഷ്യത്വം ഇല്ലാതായിരിക്കുന്നു എന്നാണ് പ്രധാനം. അതുകൊണ്ട് ഫലസ്തീനിലെ മരണപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർ അവരുടെ ജീവിതങ്ങൾ, അവരുടെ സങ്കടങ്ങളോട് ഐക്യപ്പെട്ടുകൊണ്ട് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാകാനുള്ള ഫലസ്തീൻ്റെ അവകാശത്തോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.